ലോകം ഇന്നും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യത. ഒരു ചെറിയ തെറ്റായ തീരുമാനം, ഒരു മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തിരിച്ചടി നീക്കം മതി നിമിഷങ്ങൾക്കകം മുഴുവൻ പശ്ചിമേഷ്യയും തീപിടിച്ച യുദ്ധഭൂമിയായി മാറാൻ. അത്തരമൊരു അതീവ നിർണായക ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം കടന്നുപോയത്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളുടെ പേർ വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ ആശങ്കയോടെ ഓരോ നിമിഷവും നിരീക്ഷിച്ചു. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും അതിൽ ഭൂരിഭാഗവും വരുന്ന പ്രവാസി മലയാളികളും ഈ സംഭവവികാസങ്ങളെ വലിയ ഉത്കണ്ഠയോടെയാണ് പിന്തുടർന്നത്. കാരണം പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിൻ്റെ ആഘാതം സംഭവിക്കേണ്ടി വരുന്നത് അവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളും വിദേശ തൊഴിലാളികളുമാണ്. അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഇറാനെതിരായ അതിശക്തമായ സൈനിക നടപടി സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകാൻ തീരുമാനം മാറ്റിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രംപ് നടത്തിയ പ്രസ്താവനകളും വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ പുറത്തു വന്ന എല്ലാ വിവരങ്ങളും ഒരേ രീതിയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടവയല്ല. എന്നിരുന്നാലും ഇത്തരം പ്രസ്താവനകൾ തന്നെ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു. പശ്ചിമേഷ്യ എന്നത് ഒരു സാധാരണ ഭൂമിശാസ്ത്ര പ്രദേശമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരങ്ങളുള്ള കേന്ദ്രം, പ്രധാന സമുദ്ര വ്യാപാര പാതകളുടെ സംഗമം, മതപരമായും രാഷ്ട്രീയപരമായും അതീവ പ്രാധാന്യമുള്ള പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ ചെറിയ സംഘർഷവും ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയും രാഷ്ട്രീയത്തെയും നേരിട്ട് ബാധിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വൈരാഗ്യം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകളായി വളർന്നുവന്ന രാഷ്ട്രീയവും സൈനികവും ആശയപരവുമായ ഭിന്നതകളാണ് ഇന്നത്തെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇസ്രയേൽ തൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായി ഇറാനെ കാണുമ്പോൾ ഇറാൻ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളെ വളഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുവെന്നതാണ് ആരോപിക്കുന്നത്. ഈ പരസ്പര ആത്മവിശ്വാസം പലതവണ നേരിട്ടും പരോക്ഷമായും ആക്രമണങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സൈബർ ആക്രമണങ്ങൾ, ചിലപ്പോൾ ഡ്രോൺ ആക്രമണങ്ങൾ, ചിലപ്പോൾ പ്രോക്സി സായുധ സംഘടനകളിലൂടെ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ. അങ്ങനെ വർഷങ്ങളായി പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഇടയിലൂടെ സഞ്ചരിക്കുകയാണ്. ലോകത്ത് ഇത്രയും വലിയ രാജ്യങ്ങളുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇത്രയും ഗുരുതരമാകുന്നത്? എന്തുകൊണ്ടാണ് ഓരോ തവണയും അമേരിക്ക ഈ വിഷയത്തിൽ പ്രധാന കഥാപാത്രമായി മാറുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. 1948 ഇസ്രയേലിൽ രാഷ്ട്രീയം രൂപീകരിക്കപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായും മാറിത്തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ പല അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും ആ കാലഘട്ടത്തിൽ നടന്നു. എന്നാൽ അന്നത്തെ ഇറാനും ഇന്നത്തെ ഇറാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. 1979 ഇറാൻ ഇസ്ലാമിക് വിപ്ലവം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഷായുടെ ഭരണകൂടം പുറത്താക്കപ്പെട്ടതോടെ പുതിയ ഭരണകൂടം അമേരിക്കയും ഇസ്രയേലിനെയും ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതോടെ മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങൾ തകരുകയും ഇരു രാജ്യങ്ങളും പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ദശകങ്ങളായി ഈ വൈരാഗ്യം വിവിധ രൂപങ്ങളിൽ പ്രകടമായി. നേരിട്ടുള്ള യുദ്ധങ്ങൾ കുറവായിരുന്നുവെങ്കിലും പരോക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടർച്ചയായി നടന്നു. ലെബാനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതി പ്രസ്ഥാനം, സിറിയയിലെ വിവിധ സായുധ വിഭാഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇറാൻ്റെ സ്വാധീനമുണ്ടെന്ന ആരോപണങ്ങൾ ഇസ്രയേലും അമേരിക്കയും ആവർത്തിച്ച് ഉന്നയിച്ചു. മറുവശത്ത് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ ബന്ധങ്ങളെന്ന് ഇറാനും വാദിച്ചു. ഇതിനൊപ്പം മറ്റൊരു നിർണായക വിഷയം ഉയർന്നു വന്നു: ഇറാൻ്റെ ആണവ പദ്ധതി. വൈദ്യുതി ഉൽപ്പാദനം, ഗവേഷണം, സമാധാനപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് ആണവ പദ്ധതി ഉപയോഗിക്കുന്നതെന്നാണ് ഇറാൻ പറയുമ്പോൾ, ഭാവിയിൽ ആണവായുധം വികസിപ്പിക്കാൻ കഴിയുന്ന ശേഷി സ്വന്തമാക്കാനാണ് ശ്രമമെന്ന സംശയം അമേരിക്കയ്ക്കും ഇസ്രയേലിലും പ്രകടിപ്പിച്ചു. ഈ വിഷയമാണ് വർഷങ്ങളായി നിരവധി ഉപരോധങ്ങളും നയതന്ത്ര ചർച്ചകൾക്കും കാരണമായത്. 2015 ഇറാനുമായി ലോകശക്തികൾ ചേർന്ന് ഒരു ആണവ കരാർ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അമേരിക്ക അതിൽ നിന്ന് പിന്മാറി. അതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം വീണ്ടും രൂക്ഷമായി. സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമായി. ഇറാൻ്റെ എണ്ണ കയറ്റുമതിക്കും ബാങ്കിംഗ് സംവിധാനങ്ങൾക്കും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ ഇതൊന്നും ഇറാനെ പിന്നോട്ടടിച്ചില്ല. മറിച്ച് മിസൈൽ സാങ്കേതികവിദ്യയും ഡ്രോൺ നിർമ്മാണത്തിലും പ്രതിരോധ ശേഷിയിലും രാജ്യം കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തി. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായി ഇറാനാണെന്ന് കണക്കാക്കപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പുറപ്പെടുന്നു എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആദ്യ നോട്ടത്തിൽ അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്തെ പ്രശ്നമാണെന്ന് തോന്നാം. ആ യുദ്ധത്തിൻ്റെ ആദ്യ ആഘാതം അനുഭവപ്പെടുന്ന
രാജ്യങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വെറും വ്യാപാര ബന്ധമല്ല, അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സാമ്പത്തിക ബന്ധമാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്നു. അവരിൽ വലിയൊരു വിഭാഗം മലയാളികളാണ്. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് കേരളത്തിലെ അനേകം കുടുംബങ്ങളുടെ പ്രധാന വരുമാനം. ഈ പണം ഉപയോഗിച്ചാണ് പലരും വീടുകൾ നിർമ്മിച്ചത്, കുട്ടികളെ പഠിപ്പിച്ചത്, ചികിത്സാ ചെലവുകൾ വഹിച്ചത്, ചെറുകിട വ്യാപാരങ്ങൾ ആരംഭിച്ചത്, വാങ്ങുവായ്പകൾ തിരിച്ചടച്ചത്. അതിനാൽ ഗൾഫ് മേഖലയിലെ ചെറിയ സാമ്പത്തിക പ്രതിസന്ധി പോലും കേരളത്തിൻ്റെ കുടുംബങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. യുദ്ധം ആരംഭിച്ചാൽ ആദ്യം പ്രതിസന്ധിയിലാകുക വ്യോമഗതാഗതമാണ്. സുരക്ഷാ കാരണങ്ങളാൽ ചില രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാതകൾ അടച്ചേക്കാം. ചില വിമാനങ്ങൾ നൂറുകണക്കിന് കിലോമീറ്റർ അധികം ചുറ്റി പറക്കേണ്ടി വരാം. അതോടെ യാത്രാസമയം കൂടും, വിമാന ടിക്കറ്റ് നിരക്ക് ഉയരും, ചില സർവീസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കപ്പെടാം. ഇത് നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന പ്രവാസികളെയും അവധി കഴിഞ്ഞ ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ടവരെയും ഒരുപോലെ ബാധിക്കും. മറ്റൊരു പ്രശ്നം എണ്ണവിലയാണ്. ഇന്ത്യക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് ഇറക്കുമതി ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നാൽ അതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലും കാണും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയരാം, ഗതാഗത ചെലവ് വർദ്ധിക്കാം, ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് കൂടാം. അതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഉയരാനും സാധ്യതയുണ്ട്. ഇതോടെ സാധാരണ കുടുംബങ്ങളുടെ മാസച്ചെലവ് വർദ്ധിക്കും. ചെറുകിട വ്യാപാരികൾക്കും കർഷകർക്കും വ്യവസായങ്ങൾക്കും അധിക ബാധ്യത ഉണ്ടാകും. സാമ്പത്തിക വളർച്ചയുടെ വേഗത പോലും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും സുരക്ഷാ വിദഗ്ധരും ഒരേ ചോദ്യമാണ് ഉയർത്തുന്നത്: പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി ശരിക്കും അവസാനിച്ചോ, അതോ ഇത് താൽക്കാലിക ഇടവേള മാത്രമാണോ? ഈ ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. കാരണം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അത്രയേറെ സങ്കീർണമാണ്. പതിറ്റാണ്ടുകളായി രൂപപ്പെടുന്ന വിശ്വാസക്കുറവ്, സുരക്ഷാ ആശങ്കകൾ, പ്രാദേശിക സഖ്യങ്ങൾ, ആഗോള ശക്തിയുടെ താൽപ്പര്യങ്ങൾ എന്നിവയെല്ലാം ഒറ്റ കരാറിലൂടെ അവസാനിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം: ഇന്നത്തെ ലോകത്ത് യുദ്ധം എന്നത് വെറും അതിർത്തിയിൽ സൈനികർ ഏറ്റുമുട്ടുന്നതല്ല. സാമ്പത്തിക ഉപരോധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ, വിവരയുദ്ധം, അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദം ഇവയെല്ലാം ചേർന്നാണ് ആധുനിക സംഘർഷങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെടിവെച്ച കേൾക്കാത്ത ദിവസങ്ങളിലും രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നുണ്ടാകാം. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ നിരവധി തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങളുണ്ട്. ഊർജ്ജ സുരക്ഷ, സമുദ്ര വ്യാപാര പാതകളുടെ സംരക്ഷണം, സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതേസമയം ഇറാനും സ്വന്തം ദേശ സുരക്ഷയും പ്രാദേശിക സ്വാധീനവും സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഇസ്രയേലിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ സുരക്ഷയാണ്. തങ്ങളുടെ അതിർത്തികൾക്ക് ഭീഷണിയാകുമെന്ന് കരുതുന്ന ഏത് നീക്കത്തെയും അതിവേഗം നേരിടണമെന്നാണ് ആ രാജ്യത്തിൻ്റെ ദീർഘകാല സുരക്ഷാ നയം. ഈ മൂന്ന് ശക്തികളുടെ താൽപ്പര്യങ്ങൾ പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടലുകൊണ്ട് പശ്ചിമേഷ്യയിൽ സ്ഥിരമായ സമാധാനം കൈവരിക്കുന്നത് പ്രയാസമാകുന്നത്. അതേസമയം അറബ് രാജ്യങ്ങളുടെ സമീപനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സാമ്പത്തിക വികസനം, വിനോദസഞ്ചാരം, സാങ്കേതിക നിക്ഷേപം, ആഗോള വ്യാപാരം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ രാജ്യങ്ങൾ ദീർഘകാല യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതായി നിരവധി വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം ഒരു വലിയ യുദ്ധം അവരുടെ വികസന പദ്ധതികൾക്കും വിദേശ നിക്ഷേപങ്ങൾക്കും ഗുരുതര തിരിച്ചടിയാകും. ഇവിടെയാണ് നയതന്ത്രത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നിരവധി തവണ യുദ്ധ സാഹചര്യങ്ങൾ അവസാന നിമിഷം ചർച്ചകളിലൂടെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയ സംഭവങ്ങൾ പോലും വലിയ യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുമുണ്ട്. അതിനാൽ ഓരോ രാജ്യത്തിൻ്റെയും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലുകളും ഇനി നിർണായകമാകും. ഇന്ത്യയും ഈ സാഹചര്യത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ദീർഘകാല സൗഹൃദ ബന്ധം നിലനിർത്തുകയും മറുവശത്ത് ഊർജ്ജ സുരക്ഷയും പ്രവാസികളുടെ ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളിലൊന്നാണ്. കേരളത്തിനും ഇത് അതേപോലെ നിർണായകമാണ്. ഓരോ മാസവും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ പശ്ചിമേഷ്യയിൽ സ്ഥിരത നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സാധാരണ കുടുംബങ്ങളുടെ ജീവിത നിലവാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ലോകം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധവിജയങ്ങളല്ല, നയതന്ത്ര വിജയങ്ങളാണ്. ആയുധങ്ങൾ ഒരുപക്ഷെ ഒരു യുദ്ധം ജയിച്ചേക്കാം, പക്ഷേ സമാധാനം സൃഷ്ടിക്കാൻ കഴിയുന്നത് ചർച്ചകൾക്കും വിശ്വാസത്തിനും പരസ്പര ധാരണയിലുമാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഓരോ നയതന്ത്ര ചർച്ചയും, ഓരോ ഔദ്യോഗിക പ്രഖ്യാപനവും, ഓരോ സുരക്ഷാ തീരുമാനവും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ഈ പ്രതിസന്ധി സ്ഥിരമായ സമാധാനത്തിലേക്ക് വഴിമാറുമോ അല്ലെങ്കിൽ വീണ്ടും സംഘർഷത്തിൻ്റെ തീ ആളിപ്പടരുമോ എന്നത് സമയം മാത്രമാണ് വ്യക്തമാക്കുക.
എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യയിലെ സമാധാനം അവിടുത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യക്കും കേരളത്തിനും ലോക സമ്പദ് ഒരുപോലെ അത്യാവശ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്ന പുതിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിടയുണ്ട്. അതിനാൽ അഭ്യൂഹങ്ങളെക്കാൾ വിശ്വസനീയമായ ഔദ്യോഗിക വിവരങ്ങൾ പിന്തുടരുന്നതാണ് ഏറ്റവും ഉചിതം. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.